അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. അവധിക്കാലമായതോടെ ആമ്പല്ലൂർ ജംഗ്ഷൻ കടക്കാൻ വാഹനങ്ങൾക്ക് ഏറെ നേരമാണ് എടുക്കേണ്ടി വരുന്നത്. അടിപ്പാതയുടെ ബോക്സ് നിർമ്മാണം പൂർത്തിയായെങ്കിലും സർവീസ് റോഡുകളുടെ പണി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ ദിവസങ്ങൾക്ക് മുൻപേ ടാറിംഗ് പൂർത്തിയാക്കിയെങ്കിലും റോഡിലെ കലുങ്ക് നിർമ്മാണം വലിച്ചു നീട്ടുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുരുക്കേറാൻ കാരണമാകുന്നുണ്ട്. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളും സർവീസ് റോഡിലേക്ക് എത്തുന്നതോടെ ദേശീയപാതയിൽ അഴിയാക്കുരുക്കാകും. പല സമയത്തും തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ തിരക്ക് പുതുക്കാട് വരെ നീണ്ടുപോകാറുണ്ട്. തിരക്കിനിടയിലുണ്ടാകുന്ന ചെറിയ അപകടങ്ങളുമാകുമ്പോൾ വാഹനനിര പിന്നെയും നീളും. അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപേയാണ് സർവീസ് റോഡ് പൊളിച്ചത്. ഡ്രൈനേജുകൾ പൂർത്തിയാക്കാത്തതുമൂലം മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ടോൾപാതയിൽ ദേശീയപാത അതോറിറ്റിയും ടോൾ കരാർ കമ്പനിയും നടത്തുന്ന നവീകരണ പ്രഹസനങ്ങൾക്ക് ഇരയാകുകയാണ് യാത്രക്കാർ. TCV ന്യൂസ്, പുതുക്കാട്.